وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റഹ്മാനും റഹീമുമായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ആയിഷ ബീവിയുടെ അടുക്കലേക്ക് അവരുടെ രണ്ട് ശിഷ്യന്മാരായിട്ടുള്ള അഥവാ താബിഈ വര്യന്മാരായ അതാ ഇബ്നു അബി റബാഹും അതേപോലെ തന്നെ ഉബൈദുല്ലാഹി ഇബ്നു ഉമൈർ രണ്ടുപേരും താബിഈ പണ്ഡിതന്മാരാണ്. ആയിഷ ബീവിൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ അവരോട് ആയിഷ ബീവി പറയുകയുണ്ടായി, നിങ്ങൾക്ക് എന്നെ കൂടെ കൂടെ വന്ന് സന്ദർശിച്ചുകൂടെ? അവർ ദീന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആയിഷ ബീവിയുടെ അടുക്കലേക്ക് പോകുന്നത്. ഈ സമയത്ത് അവരെ ആയിഷ ബീവിയോട് പറയുകയുണ്ടായി, ഉമ്മ മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ടല്ലോ, സുർ ഹിബ്ബൻ തസ്ദദ് ഹുബ്ബൻ, ഇടക്കിടക്ക് സന്ദർശിക്കുമ്പോഴാണ്, സ്ഥിരമായി വരാതെ ഇടക്കിടക്ക് സന്ദർശിക്കുമ്പോഴാണല്ലോ പ്രിയം കൂടുന്നത്, ഇഷ്ടം കൂടുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ സ്ഥിരമായി വരാത്തത് എന്ന് അവർ മറുപടി പറയുകയുണ്ടായി. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നും അധ്യാപനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തരണം. അഖ്ബിരീന ബിഅജബി ശൈഇൻ റഅയ്തിഹി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് അനുഭവപ്പെട്ട അത്ഭുതകരമായ എന്തെങ്കിലും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം എന്ന് ആയിഷ ബീവിയോട് ഈ താബിഈ വര്യന്മാർ ആവശ്യപ്പെടുകയാണ്. ഈ സമയത്ത് അവരൊരു കഥ പറഞ്ഞു കൊടുത്തു. എന്താണ്? ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ കൂടെയായിരുന്നു, എൻ്റെ വീട്ടിലായിരുന്നു. അന്നത്തെ രാത്രി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അവകാശപ്പെട്ട രാത്രിയായിരുന്നു. ആയിഷ ബീവിയുടെ വീട്ടിലായിരുന്നു. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞു, യാ ആയിഷ ദരീനി അതഅബ്ബദുൽ ലൈലത ലി റബ്ബി, ഇന്ന് ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് എടുക്കാൻ കുറച്ച് മാറി നിൽക്കട്ടെ. ആയിഷ, എന്താണ് നിന്റെ അഭിപ്രായം? ആയിഷ ബീവിയോട്, ആയിഷ ബീവിക്ക് അവകാശപ്പെട്ട രാത്രിയാണ്. റസൂലുള്ളാഹിനോട് സംസാരിക്കാനും റസൂലുള്ളാഹിന്റെ കൂടെ ഇരിക്കാനും പ്രിയ പത്നി എന്നുള്ള നിലക്ക് അവർക്ക് അവകാശമുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി അള്ളാൻ്റെ ഒപ്പം ഇരിക്കട്ടെ, അള്ളാൻ്റെ കൂടെ ആവട്ടെ, അള്ളാഹിനോട് സംസാരിക്കട്ടെ, ഇബാദത്ത് എടുക്കട്ടെ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയോട് അനുവാദം ചോദിക്കുന്നത്. ഈ സമയത്ത് ആയിഷ ബീവി പറഞ്ഞു, വല്ലാഹി, അള്ളാഹു തന്നെയാണ് സത്യം, ഇന്നി ല ഉഹിബ്ബു ഖുർബക, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, നിങ്ങളുടെ കൂടെ ഇരിക്കാനും നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. എന്നാൽ ഉഹിബ്ബു മാ സറക, അതേപോലെ തന്നെ നിങ്ങൾക്കിഷ്ടമുള്ളത് എന്താണോ അത് ചെയ്യാൻ അതും എനിക്കിഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇബാദത്ത് എടുക്കുന്നതിലേക്ക് മാറി നിന്നുകൊള്ളുക എന്ന് ആയിഷ ബീവി പറഞ്ഞു എന്നാണ്. ഈ സമയത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒളുവെടുത്തു. എന്നിട്ട് രാത്രി നമസ്കാരം നിർവഹിക്കുകയാണ്. രാത്രി നമസ്കാരം ദീർഘമായ രാത്രി നമസ്കാരമാണ്. ഫലം യസൽ യബ്കി ഹത്താ ബല്ല ഹിജ്റഹു ثم بكى فلم يزل يبكي حتى بل لحيته ثم بكى فلم يزل يبكي حتى بل الأرض. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരത്തിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ച് കരയുകയാണ്. വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതിയിട്ട് കരയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് കരഞ്ഞപ്പോൾ റസൂലുള്ളാന്റെ മടിത്തട്ട് നനവ് കൊണ്ട് കണ്ണീര് കൊണ്ട് കുതിർന്നു പോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടി രോമങ്ങളൊക്കെ നനഞ്ഞു കുതിർന്നു പോയി. റസൂലുള്ള നിന്ന സ്ഥലം പോലും മണ്ണ് പോലും തറ പോലും നനഞ്ഞുപോയി എന്നാണ് നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്. അങ്ങനെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹിന്റെ സമയമായപ്പോൾ പള്ളിയിലേക്ക് പോയി. ഫജാഅ ബിലാലുൻ യുഅദ്ദിനു ബിസ്സലാ. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാൻ വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. ഫലമ്മാ റഅ യബ്കി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് ലിമ തബ്കി? അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ വമാ തഅഖർ. താങ്കൾക്ക് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്നിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് പ്രവാചകരെ ഇങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തി ഓതി പാരായണം ചെയ്ത് പടച്ചറബിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്നത് എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു. അഫലാ അകൂനു അബ്ദൻ ശകൂറ. ബിലാലെ, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദിയുള്ളൊരു അടിമയാകണ്ടേ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നു, രാത്രി നമസ്കരിക്കുന്നു. തൻ്റെ ഭാര്യയെയും അതേപോലെ തന്നെ കുടുംബത്തെയൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ഇബാദത്തിൽ ഒഴിഞ്ഞുകൂടുന്നത്. ആര്? അഷ്റഫുൽ ഖൽഖ്. അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി കരയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കരയാണ്. സ്വർഗത്തിന്റെ അവകാശിയായ പ്രവാചകൻ രാത്രി ഉറക്കമളച്ച് കരയാണ്. നമ്മളോ മുസ്ലിം സമുദായത്തിലെ ആളുകൾ, ആണും പെണ്ണും യുവാക്കളും യുവതികളും ഇഷ്ടപ്പെട്ട ടീം തോറ്റതിന് കരയാണ്. 2 മണിക്കും 3 മണിക്കൊക്കെ ഇന്ന് കരയാണ്. എല്ലാം നഷ്ടപ്പെട്ട് കരയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകമോർത്ത് കരയുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചറബിന് ഇഷ്ടപ്പെട്ട നന്ദിയുള്ള ആകാതിരിക്കുമോ എന്ന ഭയപ്പാട് കൊണ്ട് ഇബാദത്തുകളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു. അഫല അകൂന അബ്ദൻ ശകൂറ വലഖദ് നസലത അലയ്യ ആയത്തുൻ അല്ലൈലത ആയത്തുൻ. ഇന്ന് എനിക്കൊരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ട് ആയിഷ. വൈലുൽ ലിമൻ ഖറാഹാ വലം യതഫക്കർ ഫീഹാ. ആ ആയത്ത് പാരായണം ചെയ്യുകയും എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് നാശമാണ് ആയിഷ. ഏതാണ് ആയത്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്തു. സൂറത്ത് ആലി ഇമ്രാനിലെ 190 മുതലുള്ള ആയത്താണ്. ഞാൻ എൻ്റെ ഖുതുബയുടെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ. ഈ ആകാശങ്ങളുടെയും ഭൂമികളുടെയും സൃഷ്ടിപ്പ് വെറുതെ സൃഷ്ടിച്ചോ ഒന്നല്ല സഹോദരന്മാരെ. ഇതൊക്കെ സൃഷ്ടിച്ച് എന്നെയും നിങ്ങളെയും ഇവിടെ സൃഷ്ടിച്ചു വിട്ടത് വെറുതെ ഒന്നുമല്ല. ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ച് ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, അതിൽ രാവും പകലൊക്കെ ഇങ്ങനെ മാറി മാറി വരികയാണ്. മനുഷ്യന് അധ്വാനിക്കാനുള്ള പകലും, മനുഷ്യന് മഈശത്ത് കണ്ടെത്താനുള്ള പകലും, മനുഷ്യന് വിശ്രമിക്കാനുള്ള രാത്രിയും, ഉന്മേഷത്തോടു കൂടി പിന്നെ അന്തിയുറങ്ങി എണീക്കാനുള്ള പകലും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങളാണ്, അല്ലാഹുവിൻ്റെ നിഅമത്താണ്. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ ഒരുപാട് ആലോചിക്കാനുണ്ട്. എന്തിനാ പടച്ചോൻ ഇതൊക്കെ സൃഷ്ടിച്ചത്? എന്തൊരു അത്ഭുതമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നത്. എന്നിട്ട് ആ മുഅ്മിനീങ്ങളായ ആളുകൾ അല്ലാഹുവിൻ്റെ ആയത്ത് വചനങ്ങൾ ഓതി രാത്രി സമയത്തും അല്ലാത്ത സമയത്തുമൊക്കെ ആയത്തുകൾ ഓതിക്കൊണ്ട് അവരുടെ മനസ്സിനെ ആ ആയത്തുകൾ തട്ടുകയാണ്. ലആയാതിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമ. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിന്നുകൊണ്ട് ഓർക്കുന്നു, നമസ്കരിച്ചുകൊണ്ട് ഓർക്കുന്നു. യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. ഇരുന്നു കൊണ്ടും അവർ അല്ലാഹുവിനെ ഓർക്കുന്നു, കിടന്നുകൊണ്ട് അല്ലാഹുവിനെ ഓർക്കുന്നു. ഏത് സമയത്തും പടച്ചറബിനെ അവർ ഓർക്കുന്നു. വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർള്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നു. റബ്ബന, എന്നിട്ട് അവർ പറയുന്നു, റബ്ബന മാ ഖലഖത ഹാദാ ബാതില. പടച്ചോൻ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ. ഈ കണ്ട അണ്ടകടാഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച് സംവിധാനിച്ച് മനുഷ്യനെന്ന എന്നെയും അതേപോലെ തന്നെ സഹജീവികളെയൊക്കെ സൃഷ്ടിച്ച് അള്ളാഹു മനുഷ്യന് വേണ്ടി ഭൂമി ഒരുക്കി എല്ലാം ചെയ്തു തന്ന്, കോടാനുകോടി അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന്, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് പടച്ചറബിലേക്ക് കൂടുതൽ അടുത്ത് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി
ശ്രമിക്കുന്ന ആളുകൾ, മുഅ്മിനീങ്ങളായ ആളുകൾ. എന്നിട്ട് പരലോകത്തെക്കുറിച്ച് ഓർത്ത് അവർ പറയും, പടച്ചോനെ നരകത്ത് നിന്ന് ഞങ്ങളെ കാക്കണേ എന്ന് പറയുന്ന, അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ആളുകൾ അവർക്ക് നാശമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിക്ക് പറഞ്ഞു കൊടുത്തത്. ആയിഷ ബീവി അവരുടെ ശിഷ്യന്മാരായിട്ടുള്ള അതാഉനും അതേപോലെ തന്നെ അതാ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൂടെ വന്ന ഉബൈദുല്ലാഹി ഇബ്നു ഉമൈർ റളിയല്ലാഹു റഹ്മത്തുള്ളാഹി അലൈഹിക്കും പറഞ്ഞു കൊടുക്കുക. ഈ ഒരു സംഭവം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഹദീസാണത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്ത ഹദീസ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹിന്റെ നന്ദി. നമുക്ക് എത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചൊരിഞ്ഞിട്ടുള്ളത്, എത്രയാണ് പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അനുഗ്രഹം ചൊരിഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് പടച്ച റബ്ബിന്റെ ഹിദായത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കോടാനുകോടി മനുഷ്യന്മാർ ഈ ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാനത്തെ കുഞ്ഞു വരെ എത്ര കോടാനുകോടി മനുഷ്യന്മാരാണുള്ളത്. ഇവരിൽ എത്ര ആളുകൾക്ക് ഹിദായത്ത് കിട്ടിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പാക്ക് കിട്ടാത്ത, ദീനിനെ ഏറെ, റസൂലുള്ളാഹിയെ ഏറെ, ഇസ്ലാമിനെ ഏറെ സഹായിച്ച ഒരു മനുഷ്യൻ അബൂ ത്വാലിബിന് കിട്ടാത്തത്, ഇബ്രാഹിം നബിയുടെ ഉപ്പാക്ക് കിട്ടാത്തത്, പല പ്രവാചകന്മാരുടെയും ഭാര്യമാർക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും കിട്ടാത്തത് ഈ ഹിദായത്ത്. കാരണം എന്തേ? യഥാർത്ഥ ലോകത്ത് വിജയിക്കാൻ ഈ ഹിദായത്ത് നിർബന്ധമാണ്. ഈ ഹിദായത്ത് തെറ്റിപ്പോയാൽ എല്ലാം തീർന്നു. മുഅ്മിനായി ജനിച്ചുകൊണ്ട്, മുസ്ലിമായി ജനിച്ചുകൊണ്ട്, ഒരു മുസ്ലിമായ മുഅ്മിനായ മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചുകൊണ്ട് കാഫിറായി പോകുന്ന എത്രയോ ആളുകൾ. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ 17 തവണ നിർബന്ധമായും ചോദിക്കേണ്ട ചോദ്യത്തിൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം ഇടം പിടിച്ചത്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. പടച്ചോനെ, ഹൃദയങ്ങളെ മാറ്റി മറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്ത് റബ്ബേ എന്ന് പറയുന്നത്, എന്ന് പ്രാർത്ഥിക്കുന്നത് എന്തൊരു വലിയ അത്ഭുതമാണ് സഹോദരന്മാരെ. ഈ ഹിദായത്ത് റബ്ബ് നമുക്ക് നൽകിയിട്ടില്ലെങ്കിലോ നമ്മളൊരു ജൂതനായിട്ടില്ല, ക്രിസ്ത്യാനി ആയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളായിട്ടില്ല. ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കും പോയായിട്ടില്ല. മറ്റുള്ള നടകളിലേക്കും പുണ്യാത്മാക്കളിലേക്കും പുണ്യപുരുഷന്മാരിലേക്കും പോകുന്ന ആളായിട്ടില്ല. അത്രക്ക് വലിയ അനുഗ്രഹമാണ് ഹിദായത്ത്. കാരണം ഹിദായത്ത് ലഭിക്കാതെ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. പരലോകത്ത് എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവും. അതുകൊണ്ടാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞത് ഹിദായത്താണ്. അത് ചോദിച്ചു കൊണ്ടിരിക്കണം. അതിന് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നന്ദിയുള്ളവരാകണം നമ്മൾ. അത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ജീവിതത്തിൽ, ഈ ദുനിയാവിലെ ജീവിതത്തിൽ, ഐഹിക ജീവിതത്തിൽ നൽകിയിട്ടുള്ള കോടാനുകോടി അനുഗ്രഹങ്ങൾ എത്രയാണ് സഹോദരന്മാരെ. നമ്മുടെ ശരീരത്തിലെ ഓരോ ഓർഗൻസും എടുത്തു നോക്കൂ നിങ്ങൾ. ഓരോ ഓർഗൻസ് ഏറ്റവും കൂടുതൽ നമുക്ക് അറിയുന്ന സംഗീതം കിഡ്നി എന്ന സംവിധാനം. പോയി നമ്മൾ കേട്ടിട്ടുണ്ട്, ചെറിയൊരു മാങ്ങാണ്ടിയുടെ അല്പമേ ഉള്ളൂ. എന്താണ് ചെയ്യുന്നത് പ്രവർത്തനം? ഓരോ ദിവസവും എത്ര ലിറ്റർ രക്തമാണ് ഫിൽട്ടർ ചെയ്യുന്നത്. അതൊന്ന് പണിമുടക്കിയാൽ കഴിഞ്ഞു നമ്മുടെ ജീവിതം, അല്ലേ? അതൊന്ന് പണിമുടക്കിയാൽ സഹോദരന്മാരെ നമ്മുടെ അവസ്ഥ കഴിഞ്ഞു. എത്ര പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ നമ്മൾ ചെലവഴിക്കണം, എത്ര സമയം ചെലവഴിക്കണം ഈ ഒരു രോഗിക്ക് വേണ്ടിയിട്ട്. ഈ രോഗി മാത്രമാണോ? അവരെ പരിചരിക്കുന്ന ആളുകൾ, ഡയാലിസിസ് യൂണിറ്റുകൾക്ക് മുമ്പിൽ ക്യൂ നിൽക്കുന്ന ആളുകൾ. കാശ് ഉണ്ടായിട്ടും കാര്യമില്ല, കുറച്ചുകൊണ്ട് കഴിഞ്ഞാൽ അതവിടെ തീരും. ഇതാണ് മനുഷ്യൻ. പക്ഷെ നമ്മൾ എവിടെയാണ് പ്രിയമുള്ളവരെ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കരിച്ച് നന്ദി കാണിക്കുന്നു, പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് നന്ദി കാണിക്കുന്നു. പക്ഷെ ആണും പെണ്ണും മൈതാനങ്ങളിൽ വലിയ സ്ക്രീനുകൾ വെച്ചുകൊണ്ട്, ആണും പെണ്ണും മൈതാനങ്ങൾ വലിയ സ്ക്രീനുകൾ വെച്ചുകൊണ്ട് രാത്രി 2:30 മണിക്കും 12:30 മണിക്കും 4 മണി വരെ കളി കണ്ട് അഭിപ്രായം പറഞ്ഞ് തുള്ളിച്ചാടി, അതിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ തുള്ളിച്ചാടുകളായി ആണ് മൈതാനങ്ങളിൽ. നമ്മുടെയൊക്കെ നാട്ടിലുള്ള കഥയാണ് ഈ പറയുന്നത്. ആളുകളെ കാണിക്കണം, എന്തു തോന്നിയ വാസവുമാകാം. ഇന്ന് എല്ലാവർക്കും തൻ്റെ വീടുകളിൽ സംവിധാനമുണ്ടെന്ന് പോരാ. സ്ത്രീകൾക്കടക്കം യുവതികൾക്കടക്കം ഒന്ന് ആലോചിച്ചു നോക്കണം സഹോദരന്മാരെ, എവിടേക്കാണ് പോകുന്നത്? ഭ്രാന്തമായിട്ടുള്ള ആവേശം. കൊലപാതകങ്ങൾ നടക്കുന്നു. തനിക്കിഷ്ടപ്പെട്ട തന്റെ ടീമിനെതിരെ ഒരു ഗോളടിച്ചപ്പോൾ കളിയാക്കിയതിന്റെ പേരിൽ കൊലപാതകം നടന്നു. ഒരു മുസ്ലിമിനെ കൊന്നു, ഇല്ലേ? തനിക്കിഷ്ടപ്പെട്ട
തൻ്റെ ഇഷ്ട ടീമായ ഒരു ടീം തോറ്റതിന്റെ പേരിൽ എല്ലാം നഷ്ടപ്പെട്ട് കരയുകയാണ്. എല്ലാം നഷ്ടപ്പെട്ട് ആ കരയുന്നത് വാപ്പ അല്ലെങ്കിൽ ഉമ്മ വീഡിയോ എടുത്ത് സമൂഹത്തെ കാണിക്കുകയാണ് അഭിമാനത്തോടു കൂടി. എന്റെ മോള് കരയുന്നത് നിങ്ങൾ കേട്ടില്ലേ? എന്റെ 12 വയസ്സുള്ള 15 വയസ്സുള്ള എന്റെ മകൾ കരയുന്നത്, എന്റെ മകൻ കരയുന്നത്, എല്ലാം നഷ്ടപ്പെട്ടു. കാരണം എന്താ? നരകം കിട്ടണമായിരാണ്, നരകത്തിക്കാണ് പോകണം. അതിന്റെ വേദനയാണ് ഈ കരയണത്. അതിങ്ങനെ കരയുന്നു എന്ന് മാത്രമല്ല, ഇതൊരു അഭിമാനമായിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ ചാനലിലൂടെ കാണിക്കണം. അത്രക്ക് വലിയ സംഭവമാണ് എന്നുള്ള നിലയ്ക്ക് എവിടെയാണ് മനുഷ്യന്റെ ലജ്ജ? എന്താണ് സഹോദരന്മാരെ നമ്മൾ കാട്ടിക്കൂട്ടുന്നത്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയാണ്, പടച്ചോനെ ഓർത്തുകൊണ്ട് കരയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിഅമത്തുകൾ കിട്ടിയത് കൊണ്ട് കരയുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ടതില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സഹാബത്തിനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് കരയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂമു മിനൽ ലൈലി ഹത്താ തതഫത്തറ ഖദമാഹു. എനിക്കും നിങ്ങൾക്ക് പറയാനോ കേൾക്കാനോ അവകാശമില്ലാത്ത ഹദീസാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാല് നീരുകെട്ടി ചീർത്ത് അത്രത്തോളം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുകയാണ്. എന്തെങ്ങളെ കാലിങ്ങനെ നീര് കെട്ടിക്കണല്ലോ, ചീർത്തുകണല്ലോ എന്ന് ചോദിക്കും. നമ്മളൊക്കെ ചോദിക്കുമ്പോൾ അത് നല്ലൊരു യാത്ര ഉണ്ടായിരുന്നു, 3 മണിക്കൂർ ബസ്സിലിരുന്നു, 3 മണിക്കൂർ കാറിലിരുന്നു, അതുകൊണ്ട് നീര് വെച്ചതാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ജോലിയുടെ തിരക്കിൽ കുറേ സമയം കമ്പ്യൂട്ടറിൽ ഇരുന്നു, അപ്പൊ കാലുമ നീര് വെച്ചതാണ് എന്ന് പറയാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട പ്രവാചകൻ നിന്ന് നമസ്കരിച്ചിട്ട് നീര് വന്നതാണ്. പ്രിയമുള്ള യുവതികളെ, യുവാക്കളെ, മുഅ്മിനീങ്ങളെ, എന്നിട്ടാണ് നമുക്ക് സുബീസ്കരിക്കാൻ നേരമില്ലാത്തത്. കാരണം എന്തേ? 4 മണിക്കാണ് കിടന്നുറങ്ങിയത്. ഈ പറയുന്ന ഞാനും നിങ്ങളൊക്കെ സമാധാനം പറയേണ്ട ഒരു സഹോദരന്മാരെ, പള്ളികളിൽ ആള് കുറവാണ്, പള്ളിയിൽ സ്ഥിരം വരുന്ന പോലെ കാണില്ല. എന്തിന്റെ പേരിലാണിത്? ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട, കളി ഇങ്ങോട്ട് കഴിയട്ടെ, അതാണ്. ഇനിയൊന്നും പറയണ്ട. ഈ ക്ലാസ്സിന് വരുന്നതോ ദാവത്തോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും വേണ്ട, കളി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ അതിന് കളി എല്ലാം കഴിയും സഹോദരന്മാര്, ശ്വാസം നിലച്ചിട്ടുണ്ടാകും. അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് അല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹത്താ തതഫത്തറ ഖദമാഹു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കാൽ നീര് കെട്ടുമാറി നിസ്കരിക്കുന്നു. അപ്പോഴും ആയിഷ ബീവി ചോദിച്ചതാണ്, അള്ളാഹിന്റെ പ്രവാചകരെ, പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിനോട് ചോദിക്കുകയാണ്, ലിമ തസ്നഉ ഹാദാ യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ പ്രവാചകരെ എന്തിനാണ് ഇങ്ങനെ ഇടങ്ങാറായി നിസ്കരിക്കുന്നത്? എല്ലാം പുറക്കപ്പെട്ടവരല്ലേ അങ്ങ്? അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന സഹോദരന്മാരെയും, അള്ളാഹുവിനെ ഓർത്ത് കരയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്ന പ്രവാചകൻ, അതിന്റെ ഫദ്ൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, അതേ ഖത്റത്തുൻ മിനദ് ദുമൂഇ മിൻ ഖശിയത്തില്ലാ, എന്താണ്? ലൈസ ശൈഉൻ അഹബ്ബ ഇലല്ലാഹി മിൻ ഖത്റതൈനി വ അഥറൈനി ഖത്റത്തുൻ മിൻ ദുമൂഇ മിൻ ഖശിയത്തില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ട് കരഞ്ഞ കണ്ണുനീരുകൾ 2 തുള്ളി, അതിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടപ്പെട്ട ഒന്നുമില്ല. അല്ലാഹനെ ഓർത്ത് കരയുക, അതിനെന്ത് വേണം? ഈമാൻ വേണം പ്രിയമുള്ളവരെ. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഈമാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിഞ്ഞ് പ്രിയപ്പെട്ട റബ്ബ് നമുക്ക് ചെയ്തു തന്ന കോടാനുകോടി അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഓർത്ത് മനസ്സിലേക്ക് കൊണ്ടുവന്ന്, നല്ല കുടുംബമുണ്ട്, മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, അതേപോലെ തന്നെ നല്ല വീടുണ്ട്, അത്യാവശ്യത്തിന് വേണ്ട സമ്പത്തുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒക്കെ റബ്ബ് നൽകിയതാണ്. കൺകുളിർമയുള്ള മക്കളുണ്ട്, മറ്റുള്ള പ്രയാസങ്ങൾ ഇതൊക്കെ ആര് നൽകിയതാണ് പ്രിയമുള്ളവരെ? ഇതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട റബ്ബ് നൽകിയതാണ്. ഇതൊക്കെ നമുക്ക് മറുപടി പറയേണ്ടത്. എങ്ങനെ മറുപടി പറയും? മറുപടി പറയാൻ വേണ്ടിയിട്ടാണ്, മറുപടി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ഉറക്കമിളക്കൽ, ഈ കരച്ചിലുകൾ. അള്ളാഹുവിന്റെ ആയത്തോതിയിട്ട് കരയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, അതേ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ട് കരയാം. സിനിമ കണ്ട് കരയല്ല, സീരിയൽ കണ്ട് കരയില്ല, തൻ്റെ ഇഷ്ടപ്പെട്ട ടീം തോറ്റതിന് വേണ്ടി കരയല്ല, എല്ലാം നഷ്ടപ്പെട്ട് കരയാണ്. എന്തൊരു ഇൽമാണ് നമ്മുടെ മക്കൾക്ക്. ചാനലുകാർ ക്യാമ്പസുകളിലേക്ക് പോലും പിടിച്ചു വരുമ്പോ
നമ്മളെ മഫ്തയിട്ട പെൺകുട്ടികളും അതേപോലെ തന്നെ നമ്മുടെ ജില്ലയിലൊക്കെ ഉള്ളത് സ്വാഭാവികമായും കൂടുതൽ മാപ്പിളമാരാണ്. വലിയ വലിയ ടീമിലെ എല്ലാ കളിക്കാരുടെ പേരും അറിയാം, അവരുടെ ഭാര്യമാരുടെ പേരറിയാം, അവരുടെ കാമുകളുടെ പേരറിയാം, അവരെത്ര ഗോളടിച്ചു, ഇതിലടിച്ചു, മറ്റേ കളിയിൽ എത്ര അടിച്ചു, ആരാണ് കാത്തിൽ, എല്ലാ ഡീറ്റെയിൽസും അറിയാം. വലിയ മാലൂമാത്താണ്, വലിയ ജീക്കയാണ്. പക്ഷെ അള്ളാന്റെ റസൂലിന്റെ എത്ര സഹാബിമാരുടെ പേരറിയും, സ്വർഗത്തിന്റെ എത്ര പേരറിയും, ദീനിന്റെ വിശുദ്ധ ഖുർആന്റെ എത്ര ആയത്തുകൾ അറിയാം പ്രിയമുള്ളവരെ. നിസ്കാരത്തിൽ ചൊല്ലിപ്പറയുന്ന ദിക്റുദുആകളുടെ അർത്ഥമറിയും, എത്ര അറിയും. കാട്ടിക്കൂട്ടലുകളാണ്. ഞാനും നിങ്ങളും അതിൽ പെടുന്നില്ലേ പ്രിയമുള്ളവരെ? ഞാനും നിങ്ങളും നമ്മുടെ കുടുംബം അതിൽ പെടുന്നില്ലേ? എത്ര ഗൗരവമാണ് പ്രിയമുള്ളവർ. ഹലാലായിട്ടുള്ള ഹറാമല്ലാത്ത കാര്യങ്ങളും ശരീരത്തിന് പിന്നെ നല്ലതാകുന്ന കളികളും വിനോദങ്ങളും ഒന്നിനും ഇസ്ലാം എതിരല്ല. പക്ഷേ ഇതൊരു അള്ളാഹുവിനേക്കാൾ സ്നേഹം ആരോടൊക്കെ, ഇതിൽ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും എല്ലാത്തിനേക്കാളുമേറെ അവരെക്കുറിച്ച് എല്ലാം പറയുമ്പോൾ അവർ മാത്രമാണ്. ചെറിയ മക്കൾ പോലും 1 വയസ്സുള്ള, കാരണം സമൂഹം അങ്ങനെ മാറിക്കഴിഞ്ഞു. 1 വയസ്സുള്ള 2 വയസ്സുള്ള കുട്ടികൾ, ആകെ ഉമ്മ ഉപ്പ എന്ന് പറയാൻ അറിയണ ഒരു കുട്ടി പിന്നെ പറയുന്ന 2 വാക്കുകളുള്ളൊരു പേരുണ്ട്. അവരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. എല്ലാവരും ഒരുപോലെ, അവരെ പോലെ കോലം കെട്ടിക്കുകയാണ് നമ്മളെ മക്കളെ. അവരെ ജേഴ്സി അണിഞ്ഞ് ജനങ്ങളിലെ കാണിക്കുകയാണ്. അവരെ പോലെ ഹെയർ സ്റ്റൈല് ഉമ്മമാര് മത്സരിക്കുകയാണ്. 8ത്തിന്റെ മോൻ അങ്ങനെയാണെങ്കിൽ 5ത്തിന്റെ മോൻ അങ്ങനെ തന്നെ. അപ്പൊ അതിന് അന്നേക്കാൾ കൂടുതൽ പിന്നെ ക്രൈസ്തരിക്കാണ് കാണിക്കണം. എന്തൊരു പുളിച്ചിത്തരമാണ് സഹോദരന്മാരെ, എന്തൊരു കാട്ടിക്കൂട്ടലുകളാണ്. ആര് ഖൈർ ഉമ്മത്താണ് ഈ ചെയ്യുന്നത്? സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട, പടച്ചറബിന്റെ അദാബ് ഇറങ്ങും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അർശിന്റെ തണൽ കിട്ടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോ, വറജുലുൻ, ഒരു മനുഷ്യൻ. 7 ആളുകളെ കുറിച്ച് പറഞ്ഞു, അതിൽ ഒരാളാണ് അള്ളാഹുവിനെ ഒറ്റക്കിരുന്നോർത്തു, ആരുമില്ല, ലോകം മുഴുവനും ഉറങ്ങിക്കെടുക്കണം. എണീറ്റിട്ടോ ഭാര്യയെ എണീപ്പിച്ചു, അല്ലെങ്കിൽ ഭർത്താവിനെ എണീപ്പിച്ചു, ഒറ്റക്കിരുന്ന് കരയാണ്. കരഞ്ഞിട്ട് ഫഫാദത്ത് ഐനാഹു, താൻ ചെയ്തിട്ടുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ, ഹറാമുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് വിതുമ്പിക്കൊണ്ട് പടച്ചറപ്പിനോട്, പടച്ചോനെ എൻ്റെ പരലോകത്തിൻ്റെ കാര്യം എന്തായിരിക്കും, ഞാൻ എങ്ങനെ നിന്നോട് മറുപടി പറയും റബ്ബേ എന്ന് പറഞ്ഞ് രാത്രിയുടെ അന്ത്യാമങ്ങൾ ആരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് റൂമിൽ നിസ്കരിച്ച് കരയാണ്. എന്താ ഖിയാമുൽ ലൈലി എന്ന വാക്കിന്റെ അർത്ഥം? നിസ്കരിക്കൽ മാത്രമാണോ? ഖിയാമുൽ ലൈലി എന്ന വാക്കിന്റെ അർത്ഥം രാത്രി എണീക്കുക എന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം. ഖിയാം എന്ന് പറഞ്ഞാൽ ഖാമയക്കും ഖിയാം എന്ന് പറഞ്ഞാൽ എണീക്കുക. അവിടെ ഖുർആൻ ഓതുന്നത് ഖിയാമുൽ ലൈലാണ്, ഇസ്തിഗ്ഫാർ നടത്തുന്നത് ഖിയാമുൽ ലൈലാണ്, നമസ്കരിക്കുന്നത് ഖിയാമുൽ ലൈലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് കരയുന്നു, പാരായണം ചെയ്യുന്നു, ഖിയാമുൽ ലൈലാണ്. രാത്രിയെ സജീവമാക്കണം. ലോകം മുഴുവൻ ഉറങ്ങുന്ന സുഖനിദ്രയിലാകുന്ന സമയത്ത് പടച്ച റബ്ബിന്റെ പരലോകത്തിനു വേണ്ടി എണീറ്റെന്ന് കരയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഫഫാദത്ത് ഐനാഹു, എന്നിട്ട് അവർ കരഞ്ഞ ആ കരയുന്ന ആളുകൾക്ക് അർശിന്റെ തണലിൽ നിന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരണം. ലാ യലിജുൻ നാറ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാ, ഒരു മനുഷ്യൻ അള്ളാഹനെ ഓർത്തുകൊണ്ട് കരഞ്ഞു, അയാളെ അല്ലെങ്കിൽ അവളെ നരകം സ്പർശിക്കുന്ന പ്രശ്നമില്ല. ഹത്താ യഊദൽ ലബ്നു ഫിൽ ദർഇ, ഏതുവരെ? ഒരിക്കലും നടക്കൂല, ഒരിക്കലും സംഭവിക്കൂല എന്ന് പറയാൻ അറബി ഭാഷയിൽ ഒരു ഉപമ ചെല്ലാറുണ്ട്. എന്ത്? കറന്നെടുത്ത പാൽ അകിടിലേക്ക് തിരിച്ചു പോകുന്നത് വരെ സംഭവ്യമല്ല. അത് കറന്നെടുത്ത പാൽ തിരിച്ച് അകിടിലേക്ക് തന്നെ പോകില്ല. അതുവരെ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ട് കരഞ്ഞ ആ കണ്ണിന്റെ ഉടമ ഒരിക്കലും നരകത്തിൽ പോവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് കൃത്യമായി കൊണ്ടു നടക്കാനും ഈമാനിന്റെ പ്രകാശം അത് സ്വീകരിച്ച് അതിനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖൊക്കെ നമുക്കും നമ്മുടെ മക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه وسلم تسليما كثيرا. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണം എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരുപാട് ചരിത്രങ്ങൾ, പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെയും അവരുടെ ശിഷ്യന്മാരുടെയും ഈ ചരിത്രം. ഒരുപാട് കാര്യങ്ങൾ പണ്ഡിതന്മാർ അതിൽ നിന്ന് പറയുകയുണ്ടായി. ഒന്ന്, ദീന് പഠിക്കാൻ വേണ്ടി തൻ്റെ ഉസ്താദയുടെ അടുക്കിലേക്ക് പോകുന്ന ഭാവി വര്യന്മാരുടെ ചരിത്രം. റസൂലുള്ളാഹിൻ്റെ ശുക്ർ, ആരുടെ? അഷ്റഫുൽ ഖൽക്കിൻ്റെ ശുക്ർ. എന്താണ് റസൂലുള്ളാഹിൻ്റെ ശുക്രിൻ്റെ അടയാളം അല്ലെങ്കിൽ പ്രവർത്തനം എന്താണ്? തൻ്റെ കുടുംബത്തിൽ നിന്ന് മാറി നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയാണ്. എന്ത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ നടത്തുകയാണ്. എന്തിനാണ് റസൂലുള്ളാഹി പേടിക്കുന്നത്? അള്ളാഹുവിൻ്റെ പരലോകത്തിൻ്റെ വിഷയത്തിൽ. മാലിക് യൗമുദ്ദീൻ, പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനായ റബ്ബ്, എന്തായിരിക്കും എൻ്റെ ആ പരലോകം? എനിക്കും നിങ്ങൾക്കും പോയി നിൽക്കാനുള്ളതാണല്ലോ, എല്ലാവർക്കും പോയി നിൽക്കാനുള്ളതാണ്. എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? എന്താണ് അവിടുത്തെ വിചാരണ? അടുത്തൊരു പാഠം എന്താണ്? വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ആലോചിച്ച് കരയാണ്. വിശുദ്ധ ഖുർആൻ തദബ്ബുർ ചെയ്യാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ. റസൂലുള്ളാഹി പറഞ്ഞു, ഈ ആയത്തുകൾ ഓതിയിട്ട് ഓതാതെ ചിന്തിക്കാത്ത ആളുകൾക്ക് നാശമാണ് അവർക്ക്. സൂറത്ത് ആലി ഇമ്രാനിൻ്റെ അവസാനത്തെ ആയത്തുകളാണ്, അവസാന ഭാഗത്തുള്ള ആയത്തുകളാണ്. വല്ലാതെ ഹൃദയസ്പർക്കായ ഒരു മുഅ്മിനിനെ പിടിച്ചു കുലുക്കുന്ന ആയത്തുകൾ. അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ അപാരമായ കഴിവുകളെക്കുറിച്ചും പറഞ്ഞ്, നരകത്തിനെ കുറിച്ച് പറഞ്ഞ്, ആ നരകത്തിൽ നിന്നും രക്ഷ തേടലിനെ കുറിച്ച് പറഞ്ഞ്, ഇതെല്ലാം സൂചിപ്പിക്കുന്ന വല്ലാത്തൊരു ആയത്താണ് ഈ ആയത്തുകൾ. ഒന്ന് മാറി എന്ന് ആലോചിച്ച് നമ്മുടെ കയ്യിലുള്ള തഫ്സീറുകളൊക്കെ ഒന്ന് വെച്ച് അതിൻ്റെ വിശദീകരണമൊക്കെ ഒന്ന് വായിച്ച് തദബ്ബുർ ചെയ്യൽ വിശുദ്ധ ഖുർആനോടുള്ള ഉത്തരവാദിത്വം. എന്ത് ഖുർആൻ? പലപ്പോഴും നമുക്ക് നമ്മുടെ സമൂഹത്തിന് എന്താ ഖുർആനുമായിട്ടുള്ള ബന്ധം? എപ്പോഴാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത്? ഈ വിശുദ്ധ ഖുർആന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ ആശയം എന്താണ്? ഇതിന്റെ ഗാംഭീര്യം എത്രയാണ്? വിശുദ്ധ ഖുർആൻ പർവ്വതത്തിന്റെ മുകളിലാണ് ഇറങ്ങിയിരുന്നത് എങ്കിൽ എവറസ്റ്റിന്റെ മുകളിലായി ഇറങ്ങിയെന്ന് വിചാരിച്ചോളി. ഏറ്റവും വലിയ ഉയരം കൂടിയ ഒരു മല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ. ഭൂമിയിലെ ഏറ്റവും ശക്തി കൂടിയ കരിങ്കല്ലുകളാൽ നിബിഡമായിട്ടുള്ള, ഭൂമിക്ക് തന്നെ ആണികളായിട്ടുള്ള എത്രയാണോ മുകളിലേക്കുള്ളത് അതിൻ്റെ ഡബിൾ അടിയിലേക്കുണ്ടെന്ന ശാസ്ത്രം പറയുന്നത്. അതിൻ്റെ താഴ്ച അപ്പൊ ആണിയാകുള്ളൂ. അതിൻ്റെ ഇരട്ടി താഴേക്കുണ്ടാകും. അപ്പൊ ഭൂമിയെ പിടിച്ചു നിർത്തുകയാണ്. ഈ മലയുടെ മുകളിലാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് എങ്കിൽ അവർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം. ഇത് ഏറ്റെടുക്കണം, ഇതിന്റെ നിയമനിർദ്ദേശങ്ങൾ ഏറ്റെടുക്കണമെന്ന് അവരോടാണ് പറയുന്നതെങ്കിൽ ആ മലകളെ നിനക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പ്രവാചകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് വിനീതമായി അതേപോലെ തന്നെ പൊട്ടിപ്പിളരുന്നതായി നിനക്ക് കാണാൻ സാധിക്കുമായിരുന്നു. കാരണം ലോകത്തുള്ള ചരാചരങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്തെടുക്കുന്നുണ്ട്. സർവ്വചരാചരങ്ങളും, അക്രമികളായ മനുഷ്യന്മാരും ജിന്നുകളും ഒഴികെ എല്ലാവരും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നു. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. അവരുടെ സുബ്ഹാനല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അചേതന വസ്തുക്കൾ പോലും അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നു, തസ്ബീഹ് ചെയ്യുന്നു. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വ മൻ ഫിൽ അർളി വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബു കസീറുൻ മിനൻ നാസി വകസീറുൻ ഹഖ അലൈഹിൽ അദാബ്. നീ കണ്ടില്ലയോ പ്രവാചകരെ, ആകാശഭൂമികളിലുള്ള മുഴുവൻ ചരാചരങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശഭൂമികളിലെ ചരാചരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കൊക്കെ അറിയും, നമ്മൾ കാണുന്ന ചില വലിയ ചരാചരങ്ങളെ എടുത്തു പറഞ്ഞു. വശംസു വൽ ഖമറു വൻ നുജൂമു വശജറു വൽ ജിബാലു വശജറു വദ്ദവാബു.
സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അതേപോലെ തന്നെ പർവ്വതങ്ങളും മരങ്ങളും ജീവജാലങ്ങളും ദവാബുകൾ ജീവജാലങ്ങളും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് ചെയ്യുന്ന അവരൊക്കെ ഇബാദത്ത് എടുക്കുന്നുണ്ട്. അള്ളാഹുവിനെ വഴിപ്പെട്ട് നടക്കുന്ന മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകളും സുജൂദ് ചെയ്യുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജിലെ ആയത്താണ്. അത് ഓതിയിട്ട് അത് അവസാനിക്കുന്നിടത്ത് പിന്നെ തിലാവത്തിന്റെ സുജൂദ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക, റസൂലുള്ളാഹി പഠിപ്പിക്കുകയുണ്ടായി, സുന്നത്താക്കുകയുണ്ടായി. അപ്പൊ അവരൊക്കെ ഇബാദത്തിലാണ്. അവരൊക്കെ അള്ളാഹിനെ പേടിക്കുന്ന ആൾക്കാരാണ്, സർവ്വ ജീവജാലങ്ങളും. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഖുർആൻ അതെങ്ങാനും മലക്ക് മുകളിലാണ്, മലകൾക്കാണ് അതിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് താങ്ങാൻ പറ്റൂല. പക്ഷേ ജഹൂലായ അക്രമിയായ അതേപോലെ തന്നെ വിവരം കെട്ട മനുഷ്യനെ ഏറ്റെടുക്കുകയും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അവർ കൈയ്യുകയും ചെയ്തു എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞതിൻ്റെ താല്പര്യം. ഈ വിശുദ്ധ ഖുർആൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ, ഒരു ദിവസം ഒരു പേജെങ്കിലും അർത്ഥമറിഞ്ഞ് ഓതാൻ, ഒരു ദിവസം ഒരു പേജെങ്കിലും അര പേജെങ്കിലും അർത്ഥമറിഞ്ഞ് ഓതാൻ, ഇത് എന്ത് പറയും നമ്മൾ പരലോകത്ത്? എന്താണ് മറുപടി? പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, എന്താണ് പരലോകത്ത് മറുപടിയുള്ളത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എൻ്റെ ഉമ്മത്ത്, ആര്? ജൂതന്മാരും ക്രിസ്ത്യാനികളെന്നല്ല, മുസ്ലിം ഉമ്മത്ത് ഈ ഖുർആനിനെ പഠിക്കാതെ മനസ്സിലാക്കാതെ പാരായണം ചെയ്യാതെ അതിനനുസരിച്ച് ജീവിക്കാതെ തള്ളിക്കളഞ്ഞു എന്ന് പരാതി പറയുന്നുവെന്ന് വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. ഞാൻ ചോദിക്കേണ്ട സഹോദരി, നമുക്ക് അതിന് രക്ഷപ്പെടാൻ പറ്റുമോ? അതിങ്ങനെ സംഭവം ഉണ്ടാവൂലേ? നമുക്ക് അതിന് രക്ഷപ്പെടാൻ പറ്റും? നമ്മുടെ കുടുംബത്തിന് രക്ഷപ്പെടാൻ പറ്റുമോ? എന്താണ് നമ്മൾ കണ്ടിട്ടുള്ളത്? ഈ ഖുർആൻ അത് പാരായണം ചെയ്യുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും എന്നിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് കരയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ജീവിതത്തിൽ എത്രയാണ്? നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രി പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാൻ നടക്കുകയാണ്. നമ്മൾ കേട്ട ചരിത്രമാണ്. സൂറത്ത് തൂറിലെ ആയത്ത് കേൾക്കണം. ഒരാൾ രാത്രി നമസ്കരിക്കുന്നു, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ മാ ലഹു മിൻ ദാഫിഅ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് കേൾക്കണം. ഒരാൾ രാത്രി നിസ്കാരത്തിൽ ഓതുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ വരുന്നത് തന്നെയാണ്. അതിനെ തടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഇത് കേട്ട് അദ്ദേഹം പേടിച്ചു. അദ്ദേഹത്തിന് തൻ്റെ ഒട്ടകപ്പുറത്തുനിന്ന് അല്ലെങ്കിൽ തൻ്റെ കൈതപ്പുറത്തുനിന്ന് ഇറങ്ങി, താങ്ങാൻ പറ്റാതെ. എന്നിട്ട് അദ്ദേഹത്തിന് തൻ്റെ വീട്ടിലേക്ക് നടന്നു പോകാൻ സാധിച്ചില്ലെന്ന്. ഒരു മാസക്കാലം അദ്ദേഹം പനിച്ചു കിടന്നു. ആര്? ഖലീഫ ഉമർ. ഒരായത്ത് കേട്ടിട്ട്. എനിക്കും നിങ്ങൾക്കും നമ്മളെ സ്വാധീനിച്ച് ഏതായത്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദേ നീ ഓത്, എനിക്കൊന്ന് ഓതിക്കൊണ്ടാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നന്നായി ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹം ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾക്കല്ലേ അഖ്റഉ അലൈക വ അലൈക ഉൻസില, നിങ്ങൾക്കല്ലേ പ്രവാചകരെ ഖുർആൻ ഇറങ്ങിയത്, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഓതി തരണം? അതെ, മറ്റൊരാളിൽ നിന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ സൂറത്തുൻ നിസാ പാരായണം ചെയ്യുകയാണ്. പാരായണം ചെയ്ത് ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. പ്രിയപ്പെട്ട മുഹമ്മദ് നബിയെ, ഈ ഉമ്മത്തിന്റെ സാക്ഷിയായിക്കൊണ്ട് നാളെ പരലോകത്ത് താങ്കളെ കൊണ്ടുവരും. താങ്കൾ ഉത്തരവാദിത്വം നിർവഹിച്ചോ? താങ്കളുടെ ഉമ്മത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് താങ്കളോട് ചോദിക്കുമെന്നുള്ള ആയത്ത് കേട്ടപ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു, ഇബ്നു മസ്ഊദ് നിർത്തൂ. അദ്ദേഹം ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. നിർത്തൂന്ന് കേട്ടപ്പോൾ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയാണ്. റസൂലുള്ളാഹിനെ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഭയപ്പെടുത്തിയെങ്കിൽ, സഹാബത്തിനെ ഭയപ്പെടുത്തിയെങ്കിൽ, അവരെല്ലാവരും ഈ പറയപ്പെട്ട രീതിയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആകട്ടെ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബികളാകട്ടെ, അവരൊക്കെ സ്വർഗമാണെന്ന് അവർക്കുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആൾക്കാർ കരയാണ്. നമ്മളെ ഏതായത്തെ കരയിപ്പിച്ചത്? ഏതായത്തെ എന്നെയും നിങ്ങളെയും കരയിപ്പിച്ചത്? പ്രിയമുള്ളവരെ, അതിനെന്താക്കണം? വിശുദ്ധ ഖുർആൻ ഒരു ബന്ധം ഉണ്ടാകണം. ഖുർആനുണ്ട് ഹദീസുണ്ടെന്ന് പറഞ്ഞ പോരാ, അതായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാകണം. അത് പാരായണം ചെയ്ത് പഠിക്കണം, നിർബന്ധമാണ്. അതിനാണ് നമ്മൾ ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ്സുകളൊക്കെ നമ്മളെ ശാഖയിലൊക്കെ നടത്തുന്നത്.